ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് വന്നിരിക്കുന്ന പുതിയൊരു വീഡിയോ ആയിട്ടാണ്. അതായത് ശ്രീകൃഷ്ണൻ്റെ തലപ്പാവ് നമ്മൾ ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ഭംഗിയുള്ള തലപ്പാവ് വെച്ച കൃഷ്ണൻ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഇപ്പോൾ നമ്മൾ, അതായത് എളുപ്പത്തിൽ പെട്ടെന്ന് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാനാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിക്കൊക്കെ നോർമലി നമ്മൾ വീട്ടിൽ നിന്ന് ഒരുക്കുന്ന അമ്മമാരായിരിക്കും കുട്ടികളെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീകൃഷ്ണ ജയന്തി കഴിഞ്ഞപ്പോൾ തന്നെ ഭഗവാന് ഞാൻ തന്നെയാണ് ഒരുക്കിയിരുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. കാരണം പെട്ടെന്ന് എപ്പോഴും നമ്മൾ കിരീടം വെച്ച് മയിൽപ്പീലി വെച്ച് അങ്ങനെയാണ് ഒരുക്കാറുണ്ടായിരുന്നത്. ഇത്തവണ കുറച്ചുകൂടി കളർഫുൾ ആക്കാൻ വേണ്ടി ഈ തലപ്പാവ് കെട്ടിയാണ് അവൻ ഒരുക്കിയത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണേ, എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഞാൻ ഇന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്കിതിന് ആവശ്യമുള്ളത് 3 ഷോളാണ് കേട്ടോ. മൾട്ടി കളേഴ്സ് ആണെങ്കിൽ അത്രയും നല്ലതായിരിക്കും, ഭയങ്കര കളർഫുള്ളായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ അടുത്ത് എടുക്കാൻ പോകുന്നത് മൾട്ടി കളറാണ്. അതായത് ഒരു യെല്ലോ, ഒരു മെറൂൺ, ദെൻ ഒരു പിങ്ക്. ഓക്കെ, നല്ല ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ഇതാണ് ഞാൻ എടുക്കാൻ പോണത്. അപ്പോൾ ഇതിൽ കുറച്ചിങ്ങനെ വർക്ക്, ബീഡ്സ് വർക്കൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഇതുണ്ടാവും. നോർമൽ ആണെങ്കിലും നല്ലതായിരിക്കും, നമുക്കത് പിന്നീട് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നമ്മളിത് എങ്ങനെയാണ് ചെയ്യാൻ പോണെന്ന് കാണിച്ചു തരാം. അത്യാവശ്യം ഒരു ഫുൾ വലിയ ലെങ്ത്തുള്ളതല്ല, എന്നാലും ഒരു മീഡിയം ലെങ്ത്തുള്ള ഷോൾ തന്നെയാണ്. അപ്പോൾ ഈ 3 നമ്മളെടുത്തു. 3 നമ്മൾ ഒരുമിച്ച് കറക്റ്റ് ലെവലിൽ ഒരുമിച്ച് കാണുന്നുണ്ടോ, ഒരുമിച്ച് കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് നമുക്ക് ഈ ഷോളിൻ്റെ ഒരറ്റം വെച്ച് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആകാൻ വേണ്ടി നമ്മൾ ഈ ഷോളിൻ്റെ ഒരറ്റം വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈ ചെയ്തു. നമ്മളിത് ജസ്റ്റ് ഒന്ന് ടൈ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് ഈക്വലായിട്ട് വരാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ടൈ ചെയ്തു. പിന്നെ യെല്ലോ കളർ, ദെൻ മെറൂൺ, പിങ്ക്, ഇങ്ങനെയാണ് ഞാൻ കോമ്പിനേഷൻ കെട്ടിയിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ മുടി പിന്നുന്നത് പോലെ നമ്മൾ ഈ 3 കളറും ഈ പറഞ്ഞ പോലെ നമ്മൾ നോർമലി നമ്മൾ മുടി പിന്നുന്നത് അറിയാലോ, അതുപോലെ തന്നെ ഇത് ഇങ്ങനെ നമ്മൾ കറക്റ്റ് നമ്മൾ പിന്നിയെടുക്കാം. നമ്മൾ മുടി പിന്നുന്നത് പോലെ ഓരോ ഇഴകളായിട്ട് നമ്മൾ മുടി പിന്നിയെടുക്കുന്നത് പോലെ ഓരോ ഇഴകളായിട്ട് നമ്മളിങ്ങനെ പിന്നിയെടുക്കും. കാണുന്നുണ്ടോ? കണ്ടോ? എല്ലാം മിക്സ് ചെയ്ത് എല്ലാ കളേഴ്സും വരുന്ന പോലെ കറക്റ്റ് ഇത്രയും ലൈനിൽ പിന്നിയെടുത്തു കേട്ടോ. ഇത്രയും ലൈനിൽ പിന്നിയെടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഭാഗമല്ലേ, ഈ ബാക്കിയുള്ള ഭാഗം ചുമ്മാ വെറുതെ ഒന്നിങ്ങനെ റൊട്ടേഷൻ ചെയ്ത് വെക്കുക. ഓക്കെ, റൊട്ടേഷൻ ചെയ്യാം. എന്നിട്ട് നമ്മളിത് എങ്ങനെ കെട്ടണമെന്ന് കാണിച്ചു തരാം. കൊച്ചുങ്ങൾക്ക് അങ്ങനെ കെട്ടണമെന്ന് കാണിച്ചു തരാം. നമ്മൾ ഒരു പകുതി ഇവിടെ ഇങ്ങനെ ഇത്രയും ബാലൻസ് നമ്മളിങ്ങനെ തൂങ്ങി നിൽക്കുന്ന പോലെ വെക്കണം. ഓക്കെ, അതിനുശേഷം നമ്മളിത് ഫുള്ളും ഇങ്ങനെ റോൾ ചെയ്യും. നമ്മൾ നെറ്റിൽ ബാലൻസ് ചെയ്ത് നമ്മളിങ്ങനെ ടൈറ്റായിട്ട് റോൾ ചെയ്ത് ഈ പോർഷൻസ് ഇത് ഇവിടെ വെക്കാം. ഓക്കെ, എന്നിട്ട് നമ്മളിത് നോക്ക്, ഇതും കൂടെ നമ്മളിങ്ങനെ പുറകിലെടുത്ത് നമ്മളിതിങ്ങനെ ഇവിടെ ടൈ ചെയ്ത് വെക്കും. ഓക്കെ, ഈ ബാലൻസ് പുറകിലുള്ള മൊത്തമുണ്ടല്ലോ അത് വെച്ച് ടൈ ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് പിന്നെ നമ്മൾ പൂവക്കുത്തന ഇറുക്കിലി ഇതുണ്ടല്ലോ, അത് നമുക്ക് കറക്റ്റായിട്ട് കൊച്ചുങ്ങളെയാണെങ്കിൽ നമുക്കതിൽ വെക്കാൻ പറ്റില്ല. അതിന് പകരം നമ്മളിതിങ്ങനെ തെറുത്ത് വെച്ചിട്ട് കുറച്ച് ഈ സൈഡ് ഇതിനകത്തോട്ട് തെറുത്ത് വെച്ചിട്ട് നമ്മൾ നല്ലോണം ഒന്ന് വലിച്ച് ടൈ ചെയ്താൽ കറക്റ്റാവും. എന്നിട്ട് ആ എഡ്ജ് നമ്മൾ ഈ തുണിയോട് കൂടെ വെച്ച് ഒരു സേഫ്റ്റി പിന്നെ അങ്ങനെ എന്തെങ്കിലും വെച്ച് നമ്മൾ സ്റ്റിക്ക് ചെയ്യുവാണെങ്കിൽ ഇത് ഫുൾ നല്ല ടൈറ്റ് ആയിട്ടിരിക്കും. കണ്ടു നോക്കൂ, വളരെ ഭംഗിയായിട്ട്. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ നോർമലി നമ്മൾ ഇതിനകത്ത് ചിലർ ഡെക്കറേഷൻ ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ ഇതുപോലെ മുത്ത് വെച്ച് നമുക്കിങ്ങനെ ഡെക്കറേഷൻ ഇതിന് സൈഡോട് ഇൻസേർട്ട് ചെയ്തിട്ട് ജസ്റ്റ് പിന്ന് വെച്ച് നമുക്കിങ്ങനെ ഇതിങ്ങനെ ടൈ ചെയ്തെടുക്കാം. ഓക്കെ, ഇതിപ്പോൾ ഓൾറെഡി ഇത്രയും മുത്തുള്ള ഒരു ഇതായതുകൊണ്ട് തന്നെ ഞാനത് ചെയ്യുന്നില്ല. അതിനുശേഷം നമ്മളിത് നെക്സ്റ്റ് സൈഡായിട്ട് നമ്മളൊരു മയിൽപ്പീലിയും കൂടെ നമ്മളിങ്ങനെ കൊടുത്ത് വെച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ഒരു പൈസ മുടക്കില്ലാതെ തന്നെ നമുക്ക് വളരെ മനോഹരമായിട്ട് കൃഷ്ണനെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. കണ്ടോ?
കൃഷ്ണൻ എടുക്കാൻ സാധിക്കും. ഇത് വേണമെങ്കിൽ നമുക്ക് ഒന്ന് പിൻ ചെയ്ത് വെക്കാം കേട്ടോ. പിൻ ചെയ്ത് വെക്കുവാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ആ മുത്തും കൂടെ പിടിപ്പിച്ചിട്ടുണ്ട്, മയിൽപ്പീലി കൂടെ വെച്ചു. അപ്പോൾ നമുക്ക് കൃഷ്ണൻ്റെ ഔട്ട്ലുക്ക് റെഡിയായി. അല്ലേ? അപ്പോൾ താങ്ക് യു.